بسم الله الرحمن الرحيم. إلى حضرة روح النبي المصطفى محمد صلى الله عليه وسلم، وإلى حضرة روح غوثنا شيخنا الشيخ محمد بن الشيخ محمد القادري الجشتي الجاديري رضي الله عنه. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رحمة للعالمين وعلى آله وصحبه أجمعين. أما بعد. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഗൗസുൽ ആദം തങ്ങൾ പാപ്പാന്റെ ഇഷ്ടപ്പെട്ട മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നമ്മുടെ ജീവന്റെ ജീവനായ ജാദിയേരി ശൈഖ് തങ്ങൾ പാപ്പയുടെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ ഉപ്പാപ്പയുടെ പരിശുദ്ധമായ ഖാദിരിയ ത്വരീഖത്തിലാണ് നാം നിലകൊള്ളുന്നത്. ഈ പരിശുദ്ധമായ ഖാദിരിയ ത്വരീഖത്തിനെ കുറിച്ച്, ഇതിൻ്റെ എല്ലാമായ ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പയെ കുറിച്ച് എത്ര പറഞ്ഞാലും എത്ര മനസ്സിലാക്കിയാലും അത് എവിടേക്കും എത്തുകയില്ല. കടലിലെ ബഹറിലെ ഒരു തുള്ളി പോലും ആവുകയില്ല. നാം എത്ര കേട്ടാലും എത്ര പറഞ്ഞാലും എത്ര മനസ്സിലാക്കിയാലും ഗൗസുൽ ആലം തങ്ങൾ പാപ്പയുടെ ഷറഫ് ഫളല്, ആ ഫളലാകുന്ന ഷറഫാകുന്ന ബഹർ അതിലൊരു തുള്ളി പോലും ആവുകയില്ല. മുഅ്മിനീങ്ങളെ, ഖാദിരിയ ത്വരീഖത്തിന്റെ കാമിലായ ദിക്ർ, ആ ദിക്ർ സ്വീകരിച്ചവരാണ് നാം എല്ലാം. അള്ളാഹു ഇതിൽ നിലനിർത്തി രക്ഷപ്പെടുത്തട്ടെ. ആമീൻ. ഈ ദിക്ർ ലഭിക്കാത്തവർ ജാദിയേരി ശൈഖ് തങ്ങൾ പാപ്പയുടെ ഖലീഫമാരിൽ ഒരാളുമായി ബന്ധപ്പെട്ട് ദിക്ർ സ്വീകരിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ കിതാബ് ബഹ്ജത്തുൽ അസ്റാർ വമഅദിനുൽ അൻവാർ ഫീ ബഅദി മനാഖിബിൽ ഖുത്ബി റബ്ബാനി മുഹയ്യിദ്ദീൻ അബി മുഹമ്മദ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഗൗസുൽ ആലം തങ്ങൾ പാപ്പയുടെ പരിശുദ്ധമായ മനാഖിബുകൾ പറയുന്ന ഒരു കിതാബാണ് ബഹ്ജത്തുൽ അസ്റാർ. നമുക്കെല്ലാവർക്കും അറിയാം, മുഹയ്യിദ്ദീൻ മാലയിൽ ഖാദി മുഹമ്മദ് തങ്ങൾ പാപ്പ പറഞ്ഞു, അവർ ചൊന്ന ബൈത്തിനും ബഹ്ജ കിതാബിനും അങ്ങീനത്തേക്ക് മീല തെന്നിന്നും കണ്ടോവർ. ഗൗസുൽ ആലം തങ്ങൾ പാപ്പയുടെ മനാഖിബുകൾ പറയുന്ന ഏറ്റവും ആധികാരികമായ ഒരു കിതാബാണ് ബഹ്ജത്തുൽ അസ്റാർ. ഈ ബഹ്ജത്തുൽ അസ്റാറിൽ പറഞ്ഞ രണ്ട് സംഭവങ്ങളാണ് ഇന്ന് വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഈ രണ്ട് സംഭവങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഒരു ഷെയ്ഖ് മുരീദ് ബന്ധം, ഗൗസുൽ ആലം തങ്ങൾ പാപ്പ അവിടുത്തെ മുരീദുമാരെ തർബിയത്ത് ചെയ്ത രീതി എല്ലാം ഇതിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. മഹാനായ ഷെയ്ഖ് അബുൽ മആലി അബ്ദുർ റഹീം അൽ ഖുറശി റളിയല്ലാഹു അൻഹു പറയുന്നു,
സമയത്ത് ഷെയ്ഖ് അലി ഇബ്നു സുലൈമാൻ റളിയല്ലാഹു അൻഹു, മഹാനായ ഷെയ്ഖ് അലി ഇബ്നു സുലൈമാൻ റളിയല്ലാഹു അൻഹു പറയുന്നത് ഞാൻ കേട്ടു. യഖൂലു, അദ്ദേഹം പറയുന്നു, സമയത്ത് ഷെയ്ഖ് അബുൽ ഹസൻ അൽ ജൗസഖി റളിയല്ലാഹു അൻഹു, മഹാനവർ അവിടുത്തെ ഷെയ്ഖായ ഷെയ്ഖ് അബുൽ ഹസൻ അൽ ജൗസഖി റളിയല്ലാഹു അൻഹു പറയുന്നത് കേട്ടു. എന്താണ് സംഭവം? വറദ അലയ്യ വാരിദുൻ അലീം ഫീ സമനി ശബീബതി. അപ്പൊ പറയുന്ന ആൾ ആ ഷെയ്ഖ് അബുൽ ഹസൻ അൽ ജൗസഖി റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം പറയുന്നു, എൻ്റെ യുവത്വ കാലത്ത്, അഥവാ ഞാൻ തരീഖത്തിലേക്ക് പ്രവേശിക്കുന്ന തുടക്കത്തിൽ വലിയൊരു സംഭവം ഉണ്ടായി. വലിയൊരു വാരിദുൻ അലീം, മഹത്തായ ഒരു വാരിദ് വന്നു. വലിയൊരു വലിയൊരു രഹസ്യം അതെനിക്ക് വന്നു, വെളിപ്പെട്ടു. പക്ഷേ അതിലെ ധാരാളം കാര്യങ്ങളെ കുറിച്ച് എനിക്ക് ഒരുപാട് ഇഷ്കാലുണ്ടായി, ഒരുപാട് സംശയങ്ങളുണ്ടായി. ഇതിന്റെ പൊരുൾ എന്താണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാതെ ഇഷ്കാലായി. فجئت إلى سيدي علي بن الهيثي رضي الله عنه لأسأله عنه. എൻ്റെ ഷെയ്ഖായ അഷേഖ് അലി ഇബ്നുൽ ഹീത്തി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ഞാൻ ചെന്നു, ഇതിനെക്കുറിച്ച് ചോദിക്കാനാണ് ചെന്നത്. ഫഖാല ലി ഇബ്തിദാഅൻ, എൻ്റെ ഷെയ്ഖിന്റെ അടുത്ത് ഞാൻ ചെന്നപ്പോൾ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്. തുടക്കത്തിൽ തന്നെ അതിനൊറ്റ മറുപടിയേ ഉള്ളൂ. യാ അബുൽ ഹസൻ, ഓ അബുൽ ഹസൻ, വാരിദുക മിൻ അഫ്ആലിൽ ഖുദ്റ, നിങ്ങൾക്ക് കിട്ടിയ ഈ വലിയ രഹസ്യം ഇത് അല്ലാഹുവിന്റെ ഖുദ്റത്തിന്റെ പ്രവർത്തികളിൽ പെട്ടതാണ്. ലാ തഹില്ലു മുഷ്കിലാതുഹു ബിൽ അഖ്വാൽ, ഇതിന്റെ രഹസ്യം നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കഴിയുകയില്ല. ബൽ ബിൽ അഫ്ആൽ, പ്രവർത്തിച്ച് കാണിച്ചു തരാനേ കഴിയുകയുള്ളൂ. വാമൊഴിയല്ല, പ്രവൃത്തിയിലൂടെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ഇദ്ഹബ് ഇല ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, നിങ്ങൾ ഗൗസുല്ലാഹ് തങ്ങൾ പാപ്പയുടെ ഹളറത്തിലേക്ക് ചെല്ലുക. മഹാനായ ഷെയ്ഖ് അലി ഇബ്നുൽ ഹീത്തി റളിയല്ലാഹു അൻഹു ഗൗസുല്ലാഹ് തങ്ങൾ പാപ്പയുടെ കാലത്ത് ജീവിച്ച വലിയൊരു ഷെയ്ഖാണ്. അദ്ദേഹത്തിന്റെ മുരീദിനാണ് ഈ ദർശനം ഉണ്ടായത്. വലിയൊരു ദർശനം മുരീദിനുണ്ടായപ്പോൾ അതിന്റെ പൊരുള് ഗൗസുൽ ആലം തങ്ങൾ പാപ്പ പറഞ്ഞു തരും എന്ന് പറഞ്ഞുകൊണ്ട് ഗൗസുൽ ആലം തങ്ങൾ പാപ്പയിലേക്ക് അയക്കുകയുണ്ടായി തന്റെ മുരീദിനെ. ഫഇന്നഹു മലികു ഉലമാഇൽ ആരിഫീൻ, ഗൗസുൽ ആലം തങ്ങൾ പാപ്പ ആരിഫീങ്ങളായ ആലിമീങ്ങളുടെ എല്ലാം രാജാവാകുന്നു. വമാലികു അസിമ്മതി അഫ്ആലിൽ മുതസർരിഫീൻ ഫീ വഖ്തിഹി ഹാദാ, ഈ കാലഘട്ടത്തിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഗൗസുൽ ആലം തങ്ങൾ പാപ്പയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ ചെല്ലണം, അവിടുന്ന് പ്രവൃത്തിയിലൂടെ നിങ്ങൾക്ക് ഇതിന്റെ രഹസ്യം മനസ്സിലാക്കി തരും എന്ന് ഷെയ്ഖ് മുരീദിനോട് പറഞ്ഞു. അങ്ങനെ അത് കേട്ടപ്പോൾ ഫജിഅ്തു ഇലാ ബഗ്ദാദ്, ഞാൻ ബഗ്ദാദിലേക്ക് ചെന്നു. വദഖൽതു അലാ സയ്യിദി ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹു, ഗൗസുൽ ആലം തങ്ങൾ പാപ്പയുടെ പരിശുദ്ധമായ മജ്ലിസിലേക്ക്, ഹളറത്തിലേക്ക് ഞാൻ പ്രവേശിച്ചു. വവാഫൈതുഹു ജാലിസൻ ഫീ ഖുബ്ലതി മദ്രസതിഹി, ഗൗസുൽ ആലം തങ്ങൾ പാപ്പ അവിടുത്തെ പരിശുദ്ധമായ മദ്രസയുടെ മുൻപിൽ തന്നെ ഇരിക്കുന്നു. അങ്ങനെയാണ് ഞാൻ ഉപ്പാപ്പയെ കാണുന്നത്. വബൈന യദൈഹി ജമാഅത്തുൻ, ഉപ്പാപ്പയുടെ മുമ്പിൽ ഒരു സംഘം മുരീദന്മാരും ഇരിക്കുന്നുണ്ട്. ഫലമ്മാ ജലസ്തു ബൈന യദൈഹി, ഞാൻ ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പയുടെ മുന്നിൽ ഇരുന്നപ്പോൾ നളറ ഇലയ്യ, നോക്കണേ, നളറ ഇലയ്യ, ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പ എന്നെ ഒരു നോട്ടം നോക്കി. ഫഫഹിംതു അൻഹു ജമീഅ മാ ഫീ ബത്നി, എന്റെ ഹൃദയത്തിലുള്ള എല്ലാം ഞാൻ മനസ്സിലാക്കി. വമാ ജിഅ്തു ബിസബബിഹി, എന്തിനാണ് ഞാൻ വന്നത് എല്ലാം എനിക്ക് ആ നോട്ടം കൊണ്ട് തന്നെ മനസ്സിലായി. എന്നിട്ട് അതൊന്നുകൂടി ഉപ്പാപ്പ വിശദീകരിച്ച്
പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുന്നു. ഫഅഖ്റജ മിൻ തഹ്തി സജ്ജാദതിഹി, ഗൗസുല്ലാ തങ്ങൾ പാപ്പ അവിടുത്തെ മുസല്ല, ആ മുസല്ലയുടെ താഴ്ഭാഗത്ത് നിന്ന് എടുത്തു, ഖൈതൻ ഒരു നൂലെടുത്തു, മൽവിയൻ അലാ ഖംസി താഖാത്തിൻ, അത് 5 പാളികളായി 5 ചുറ്റുകളായുള്ള നൂലാണ്. അങ്ങനെ 5 അടുക്കുകളായുള്ള ഒരു നൂല് എടുത്തു. ഫഅഅ്താനി തറഫഹു, അതിൻ്റെ ഒരു തല എനിക്ക് തന്നു. വമസക തറഫഹുൽ ആഖർ ബിയദിഹി, അതിൻ്റെ മറ്റേ തല ഗൗസുല്ലാ തങ്ങൾ പാപ പിടിച്ചു. വഹല്ല മിൻഹു ലയ്യതൻ, അങ്ങനെ അതിൻ്റെ ഒരു ഇതള് അല്ലെങ്കിൽ ഒരു കെട്ട് അഴിച്ചു. ഫത്തലഹലി മിൻ വാരിദി തർഫുൻ അദീം, 5 കെട്ടുകളാണ് അതിലുള്ളത്. അതിൽ ഒരു കെട്ടഴിച്ചപ്പോ എനിക്ക് വന്ന ആ രഹസ്യത്തിന്റെ വലിയൊരു ഭാഗവും എനിക്ക് വ്യക്തമായി കിട്ടി. വശാഹത്തു ഫീഹി അംറൻ ജലീല, അതിൽ വലിയൊരു കാഴ്ച ഞാൻ ദർശിക്കുകയുണ്ടായി. വസ്വാറ, മഹാനവറുകൾ പറയുകയാണ്, വസ്വാറ അദ്ദേഹമായി, കുല്ലമാ ഹല്ലലയ്യതൻ, ഓരോ കെട്ടുകളും ഓരോ ഇതളുകളും ഇങ്ങനെ അഴിക്കുമ്പോഴെല്ലാം ഇത്തലഹലി മിൻ വാരിദി തർഫുൻ അദീം, എനിക്ക് വന്ന ആ വലിയ രഹസ്യത്തിന്റെ ഓരോ ഭാഗങ്ങളും എനിക്ക് വെളിപ്പെട്ട് കൊണ്ടേയിരുന്നു. ലാ ഹദ്ദ ലഹു ഇൻദി, അതെങ്ങനെയാണെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയുകയില്ല, അതിന് പരിധികളില്ല. വശാഹത്തു ഫീ ളിന്നിഹി അംറൻ ജലീല, അതിൻ്റെ ഉള്ളിൽ ഞാൻ വലിയൊരു കാഴ്ച ഞാൻ കണ്ടു. ലാ യുദ്രികു കുൻഹഹു, അതിൻ്റെ ആ രഹസ്യം അത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കഴിയുകയില്ല. ഹത്താ ഹല്ലൽ ലയ്യാത്തുൽ ഖംസ്, അങ്ങനെ ആ 5 കെട്ടുകളും 5 പാളികളും അത് അഴിച്ചു. ഫൻകശഫലി ജമീഉ അഹ്കാമി വാരിദി, എനിക്ക് വെളിപ്പെട്ട ആ രഹസ്യത്തിന്റെ എല്ലാ നിയമങ്ങളും എല്ലാ വശങ്ങളും എനിക്ക് പരിപൂർണമായും വെളിവായി കിട്ടി. വതബയ്യനത് ലീ ഖഫിയാതു ഉമൂരിഹി, അതിൻ്റെ എല്ലാ മറഞ്ഞ കാര്യങ്ങളും എനിക്ക് വ്യക്തമായി. മിൻ മക്കാമിനി അസ്റാറിഹി, അതിൻ്റെ പരമരഹസ്യങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി. വനഹലത് ബസീറത്തി ബിഖുവൻ നൂറാനിയ, എൻ്റെ അകക്കാഴ്ച ഉണർന്നു. ബിഖുവൻ നൂറാനിയ, നൂറാനിയായ ശക്തികളെ കൊണ്ട് ഉണർന്നു. ഹത്താ ഖറഖതുൽ ഹുജുബ്, എല്ലാ മറകളെയും ഞാൻ കീറിമുറിച്ച് കടന്നു. അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിയപ്പോൾ ഫനളറ ഇലയ്യ ശൈഖ്, ഗൗസുല്ലാ തങ്ങൾ ഉപ്പാപ്പ എൻ്റെ നോട്ടം നോക്കി. എന്നിട്ട് വഖാല, എന്നിട്ട് ഉപ്പാപ്പ പറഞ്ഞു, ഖുദ്ഹാ ബിഖുവ്വ, ഇത് നിങ്ങൾ മുറുക്കി പിടിച്ചോ. 5 കെട്ടുകൾ അഴിച്ച് ഉപ്പാപ്പ മഹാനോട് കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഖുദ്ഹാ ബിഖുവ്വ, നിങ്ങൾ ഇതിനെ വളരെ ശക്തിയോടെ മുറുകെ പിടിക്കുക. വഅ്മുറു ഖൗമക യഅഖുദു ബിഅഹ്സനിഹാ, മാത്രമല്ല നിങ്ങളുടെ ഖൗമിനോട്, നിങ്ങളുടെ ജനതയോട് ഇതിൽ ഏറ്റവും നല്ല കാര്യങ്ങൾ കൊണ്ട് കൽപ്പിക്കുക. സത്യത്തിൽ യഖുദ്ഹാ ബിഖുവ എന്ന് പറയുന്നത് വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്താണ്. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു തആല തൗറാത്ത് കൊടുത്തതിന് ശേഷം പറഞ്ഞ വാക്കാണ് ഖുദ്ഹാ ബിഖുവ, ഓ മൂസാ നബിയെ, നിങ്ങൾ ശക്തിയോട് കൂടെ ഈ തൗറാത്ത് പിടിക്കുക. വഅ്മുർ ഖൗമക യഖുദു ബിഅഹ്സനിഹാ, തൗറാത്തിലെ എല്ലാ നല്ല കാര്യങ്ങൾ, തൗറാത്തിലെ കൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജനതയോട് നിങ്ങൾ കൽപ്പിക്കുക. അതേ വാക്കാണ് ഗൗസുല്ലാ തങ്ങൾ ഉപ്പാപ്പ പറഞ്ഞത്. ഫഖുംതു മിൻ ബൈനി യദൈ, ഞാൻ ഗൗസുല്ലാ തങ്ങൾ ഉപ്പാപ്പയുടെ മുന്നിൽ നിന്ന് എണീറ്റു. ഫവല്ലാഹി, മഹാനവറുകൾ പറയുന്നു, ഫവല്ലാഹ്, അല്ലാഹുവാണ് സത്യം, മാ കല്ലംതുഹു ബികലിമ, ഗൗസുല്ലാ തങ്ങൾ ഉപ്പാപ്പയോട് ഒരു വാക്ക് ഞാൻ സംസാരിച്ചിട്ടില്ല. അതാണ് ഖൽബിയായ സംസാരം.
ഒരു വാക്ക് പോലും ഞാൻ സംസാരിച്ചിട്ടില്ല. വലാ അലിമൽ ഹാദിറൂന ശൈഅൻ മിൻ അംരി. തങ്ങൾ പാപ്പയുടെ അടുത്തുള്ള മുരീദുമാരും എന്റെ ഒരു കാര്യവും മനസ്സിലാക്കിയിട്ടില്ല, അറിഞ്ഞിട്ടില്ല, അവിടെ ഒരു സംസാരവും നടന്നിട്ടില്ല. വറജഅതു ഇലാ സരീറാൻ. എന്റെ ഷെയ്ഖിന്റെ നാടായ സരീറാനിലേക്ക് ഞാൻ മടങ്ങി. ഫലമ്മാ ജലസ്തു ബൈന യദൈ ഷെയ്ഖ് ബൈന യദൈ സയ്യിദി ഷെയ്ഖ് അലി ഇബ്നുൽ ഹിത്തി റളിയല്ലാഹു അൻഹു. എന്റെ ഷെയ്ഖായ ഷെയ്ഖ് അലി ഇബ്നുൽ ഹിത്തി റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വന്ന് ഞാൻ ഇരുന്നപ്പോൾ ഖാലലി, എന്നോട് ഷെയ്ഖ് പറഞ്ഞു, ഖബല അൻ അൻതിഖ്, ഞാൻ ഷെയ്ഖിനോട് സംസാരിക്കുന്നതിന് മുമ്പേ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, അലം അഖുൽ ലക്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ഇന്ന ഷെയ്ഖ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി മലിക് ഉലമാഇൽ അരിഫീൻ, ഗൗസുൽ ആദം തങ്ങൾ പാപ്പ അരിഫീങ്ങളായ പണ്ഡിതന്മാരുടെ രാജാവാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ. വമാലികു അസിമ്മത്തി അഫ്ആലിൽ മുതസദ്ദിഫീൻ, ഈ കാലഘട്ടത്തിലെ എല്ലാ പ്രവർത്തനങ്ങളുടെയും കടിഞ്ഞാൻ പിടിക്കുന്ന, അതിന്റെ നിയന്ത്രിക്കുന്ന ആള് ഗൗസുൽ ആദമാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ. യാ അബൽ ഹസൻ, എന്നിട്ട് അദ്ദേഹം മുരീദിനോട് പറയുകയാണ്, യാ അബുൽ ഹസൻ, ഓ അബുൽ ഹസൻ, ലം യകുൻ ലക മിൻ അഹ്കാമി വാരിദിക മുശാഹദാതുൽ ലക, നിങ്ങൾക്ക് വലിയൊരു ദർശനമുണ്ടായി, പക്ഷെ അതിന്റെ പൊരുൾ എന്താണെന്ന് നിങ്ങൾക്കൊരു അറിവും ഇല്ലായിരുന്നു. ലാക്കിൻ, പക്ഷേ, ലമ്മാ മാസജ നളറു ശൈഖ് അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹു വാരിദക, ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പയുടെ നോട്ടം നിങ്ങൾക്ക് വെളിപ്പെട്ട ആ രഹസ്യവുമായി കൂടിക്കലർന്നപ്പോൾ, അന്തജലക ഹാദിഹിൽ മുശാഹദാത്ത്, അപ്പോഴാണ് നിങ്ങൾക്ക് ഈ ദർശനങ്ങളെല്ലാം, ഈ മുശാഹദകളെല്ലാം ഉണ്ടായത്, ഇത് മനസ്സിലായത്. വഫി അദ്നാഹുന്ന തുഫ്നിൽ അമാർ, നിങ്ങൾ കണ്ട ഈ കാഴ്ചകൾ ഉണ്ടല്ലോ, ഇതിൽ ഏറ്റവും ചെറിയ കാഴ്ച, അതിൽ തന്നെ അതിനെപ്പറ്റി മനസ്സിലാക്കാൻ തന്നെ ഒരുപാട് ആയുസ്സുകൾ വേണ്ടിവരും. നിങ്ങൾ കണ്ട കാഴ്ച അത് ചെറിയ കാഴ്ചയൊന്നുമല്ല, അതിൽ ഏറ്റവും ചെറിയ കാഴ്ചയെ പറ്റി മനസ്സിലാക്കാൻ ഒരുപാട് ആയുസ്സുകൾ വേണ്ടിവരും. എന്നിട്ട് മഹാനവറുകൾ മുരീദിനോട് പറയാണ്, വലൗലാ ഖൗലുഹു ലക, ഗൗസുല്ലാഹ് നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ, ഖുദ്ഹാ ബിഖുവ്വ, ശക്തിയോടെ നിങ്ങൾ ഇതിനെ മുറുകെ പിടിക്കുക എന്ന് ഗൗസുല്ലാഹ് നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ, ലം ഫസല അൻക അഖലുക, നിങ്ങളുടെ ബുദ്ധി മറിഞ്ഞു പോകുമായിരുന്നു. ഗൗസുല്ലാഹ് നിങ്ങളുടെ ബുദ്ധിയെ പിടിച്ചു നിർത്തിയതാണ്. ഈ വലിയ പരമരഹസ്യത്തിന്റെ ഓരോ രഹസ്യങ്ങളും ചുരുളഴിയുന്ന സമയത്ത് ഗൗസുല്ലാഹ് തങ്ങളുപ്പാപ്പ നിങ്ങൾ പിടിച്ചു നിർത്തിയിട്ടില്ലെങ്കിൽ, ഖുദ്ഹാ ബിഖുവ്വ, ശക്തിയോടെ പിടിക്കുക എന്ന് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഭ്രാന്തനായി പോകുമായിരുന്നു. വഹ്ശുർത ഫീ സുംറത്തിൽ മുതവല്ലിഹീൻ, അങ്ങനെ നടക്കുന്ന മസ്താന്മാരായി പോകുമായിരുന്നു. ഗൗസുല്ലാഹ് തങ്ങളുപ്പാപ്പ പിടിച്ചു നിർത്തിയതാണ്. وقد أخبرك أنك مما يقتدى بك بقوله لك وأمر قومك يأخذوا بأحسنها. മാത്രമല്ല, നിങ്ങൾക്ക് രണ്ടാമതൊരു കാര്യം കൂടി ഗൗസുല്ലാഹ് തങ്ങളുപ്പാപ്പ വെച്ച് തന്നു. അഥവാ വഖദ് അഖ്ബറക, നിങ്ങളോട് ഗൗസുല്ലാഹ് തങ്ങളുപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്, അന്നക മിമ്മ യുഖ്തദാ ബിക, നിങ്ങൾ തുടരപ്പെടുന്ന ആളാകുന്നു, നിങ്ങളൊരു ഷെയ്ഖാകുന്നു. അതിനു കൂടിയാണ് ഞാൻ നിങ്ങളെ ഗൗസുല്ലാഹ് തങ്ങളുപ്പാപ്പയിലേക്ക് അയച്ചത്. നിങ്ങൾക്ക് ഷെയ്ഖിയത്ത് പട്ടം ഗൗസുല്ലാഹ് തങ്ങളുപ്പാപ്പ തന്നെ നേരിട്ട് തന്നോട്ടെ, ഉപ്പാപ്പയുടെ പരിശുദ്ധമായ കരം കൊണ്ട് നിങ്ങൾക്ക് തരട്ടെ എന്നുദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് അയച്ചത്. നിങ്ങൾ നിങ്ങളുടെ ഖൗമിനോട് കൽപ്പിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, നിങ്ങൾക്കൊരു ഖൗമുണ്ട്, അതാണ് നിങ്ങളുടെ മുരീദുമാർ, അവരോട് നിങ്ങൾ കൽപ്പിക്കുക എന്നാണ് അതിനർത്ഥം. അഥവാ
നിങ്ങൾ നിങ്ങളുടെ മുരീദന്മാരുടെ ഷെയ്ഖാകുന്നു, നിങ്ങൾക്ക് ആ ഷെയ്ഖയ്യത്തിന്റെ പട്ടവും ഗൗസുല്ലാദൻ തങ്ങൾ ഉപ്പാപ്പ ഡയറക്റ്റ് വെച്ച് തന്നിരിക്കുന്നു. ഗൗസുല്ലാദൻ തങ്ങൾ ഉപ്പാപ്പയും അലി ഇബ്നുൽ ഹീത്തി തങ്ങൾ ഉപ്പാപ്പയുടെ മുരീദും തമ്മിലുള്ള ഈ സംഭാഷണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു വാക്ക് പോലും സംസാരിക്കാതെ ഒരുപാട് രഹസ്യങ്ങൾ കൈമാറിയ വല്ലാത്തൊരു സംഭവം. മഹാനായ ഷേഖ് അലി ഇബ്നുൽ ഹീത്തി റളിയല്ലാഹു അൻഹുവിന്റെ മറ്റൊരു മുരീദ്, അദ്ദേഹത്തിന്റെ പേര് ഷേഖ് അബൂ മുഹമ്മദ് അലി ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹു എന്നാണ്. മഹാനവറുകൾ പറയുന്ന മറ്റൊരു സംഭവം, ഖാല അഖദ സയ്യിദി അഷ്ശൈഖ് അബുൽ ഹസൻ അലി ഇബ്നുൽ ഹീത്തി റളിയല്ലാഹു അൻഹു ബിയദി, എന്റെ ഷെയ്ഖായ ഷെയ്ഖ് അബുൽ ഹസൻ അലി ഇബ്നുൽ ഹീത്തി റളിയല്ലാഹു അൻഹു എന്റെ കൈ പിടിച്ചു. വാതാബി, എന്നെ കൈ പിടിച്ചു കൊണ്ടുപോയി ഇലാ സയ്യിദി അഷ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹു, ഗൗസുല്ലാദൻ തങ്ങൾ ഉപ്പാപ്പയുടെ പരിശുദ്ധമായ ഹളറത്തിലേക്കാണ് എന്നെ എന്റെ ഷെയ്ഖ് അലി ഇബ്നുൽ ഹീത്തി റളിയല്ലാഹു അൻഹു കൊണ്ടുപോയത്. ഈ സനത്തി 50 വ 500 ഹിജ്റ 550-ൽ. വഖാല ലഹു, എന്നിട്ട് ഗൗസുല്ലാദൻ തങ്ങൾ ഉപ്പാപ്പയോട് അലി ഇബ്നുൽ ഹീത്തി തങ്ങൾ പറഞ്ഞു, ഹാദാ ഗുലാമി, ഷെയ്ഖ് അവറുകളെ ഇതെന്റെ ഒരു കുട്ടിയാണ്, ഇതെന്റെ ഒരു മുരീദാണ്, നിങ്ങൾ ഈ കുട്ടിയെ സ്വീകരിക്കണം, നിങ്ങൾ ഈ കുട്ടിയെ സലാമത്താക്കണം, നിങ്ങൾ ഈ കുട്ടിയെ നന്നാക്കണം എന്ന് പറഞ്ഞു. ഹാദാ ഗുലാമി. അലി ഇബ്നുൽ ഹീത്തി തങ്ങളുടെ മുരീദുമാരെ എല്ലാം ഗൗസുല്ലാദൻ തങ്ങൾ ഉപ്പാപ്പ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി, സ്ഥാനങ്ങൾ നൽകിയിട്ടുണ്ട് അവർക്കെല്ലാം. ഫഖലഅ സൗബൻ കാന അലൈഹി, ഗൗസുല്ലാദൻ തങ്ങൾ ഉപ്പാപ്പ അവിടുത്തെ പരിശുദ്ധമായ ശരീരത്തിൽ ഉണ്ടായിരുന്ന ഒരു വസ്ത്രം ഊരി, അൽബസനി ഇയാഹു, എന്നെ ആ വസ്ത്രം ധരിപ്പിച്ചു. വലിയൊരു അംഗീകാരമാണ്. ഗൗസുല്ലാദൻ തങ്ങൾ ഉപ്പാപ്പയുടെ വസ്ത്രം അലി ഇബ്നുൽ ഹീത്തി റളിയല്ലാഹു അൻഹുവിന്റെ മുരീദിനെ ധരിപ്പിച്ചു. വഖാല ലി, എന്നിട്ട് എന്നോട് പറഞ്ഞു, യാ അലി, ഓ അലി, ലബിസ്ത ഖമീസൽ ആഫിയ, നിങ്ങൾ ആഫിയത്തിന്റെ വസ്ത്രമാണ് ധരിച്ചത്, ആഫിയത്തിന്റെ ഖമീസാണ് നിങ്ങൾ ധരിച്ചത് എന്ന് ഗൗസുല്ലാദൻ തങ്ങൾ ഉപ്പാപ്പ എന്നോട് പറഞ്ഞു. അപ്പൊ ഗൗസുല്ലാദൻ തങ്ങൾ ഉപ്പാപ്പ ഇട്ടിരുന്ന ഖമീസ് മഹാനവറുകൾക്ക് ഊരിക്കൊടുക്കുകയും നിങ്ങൾ ആഫിയത്തിന്റെ വസ്ത്രം ധരിച്ചിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. ഖാല, മഹാനവറുകൾ പറയുകയാണ്, ഫലി മുൻദു അൽബസനിഹി 65 സന, ഈ ധരിപ്പിക്കപ്പെട്ട ഇദ്ദേഹം പറയുകയാണ്, എനിക്ക് ഗൗസുല്ലാദൻ തങ്ങൾ ഉപ്പാപ്പയുടെ ഖമീസ് ധരിപ്പിച്ചതിന് ശേഷം 65 സന, 65 വർഷമായി, മാ ഹദസ ലി ഫീഹാ അലമുൻ അഷ്കൂഹാ, എനിക്കൊരു വേദനയും ഉണ്ടായിട്ടില്ല. വാക്കിന്റെ പവർ നോക്കൂ. ഗൗസുല്ലാദൻ തങ്ങൾ ഉപ്പാപ്പ എന്താണ് പറഞ്ഞത്? ഗൗസുല്ലാദൻ തങ്ങൾ ഉപ്പാപ്പ പറഞ്ഞു, യാ അലി ലബിസ്ത ഖമീസൽ ആഫിയ, ഓ അലി, നിങ്ങൾ ആഫിയത്തിന്റെ വസ്ത്രമാണ്, ആഫിയത്തിന്റെ ഖമീസാണ് ധരിച്ചത്. ഗൗസുല്ലാദൻ തങ്ങൾ ഉപ്പാപ്പ ധരിപ്പിച്ച ആ വസ്ത്രം ധരിച്ചതിന് ശേഷം 65 വർഷമായി എനിക്കൊരു വേദനയും ഉണ്ടായിട്ടില്ല. അല്ലാഹു അക്ബർ, 65 വർഷം. ഖാല വാതാബി അയ്ളൻ ഇലൈഹി ഫീ സനത്തി 60 വ 500, മഹാനവറുകൾ പറയുകയാണ്, എന്നെ എന്റെ ഷെയ്ഖ് 10 വർഷം കഴിഞ്ഞ്, അഥവാ ഹിജ്റ 560-ൽ ഗൗസുല്ലാദൻ തങ്ങൾ ഉപ്പാപ്പയുടെ ഹളറത്തിലേക്ക് വീണ്ടും കൊണ്ടുപോയി. വഖാല ലഹു, എന്നിട്ട് പറഞ്ഞു, അത്ലുബു മിൻക ലഹു ഖലഅതൻ ബാത്തിനിയ, മഹാനായ ഷെയ്ഖ് അലി ഇബ്നുൽ ഹീത്തി റളിയല്ലാഹു അൻഹു ഗൗസുല്ലാദൻ തങ്ങൾ ഉപ്പാപ്പയോട് പറയുകയാണ്, എന്റെ ഈ മുരീദിനെ നിങ്ങൾ ഒരു ബാത്തിനിയായ വസ്ത്രം ധരിപ്പിക്കണം. 10 വർഷം മുമ്പ് ലാഹിർ ഖമീസ് തന്നെ ഊരിക്കൊടുക്കുകയും അത് ആഫിയത്തിന്റെ ഖമീസാണെന്ന് പറയുകയും ചെയ്തിരുന്നു. ഇപ്പോ
ബാത്തിനിയായ വസ്ത്രം ധരിപ്പിക്കണമെന്നാണ് ഷെയ്ഖ് തങ്ങളുപ്പാപ്പയോട് ഷെയ്ഖ് അലി ഹിത്തി റളിയല്ലാഹു അൻഹു തന്റെ മുരീദിന് വേണ്ടി ആവശ്യപ്പെട്ടത്. ബാത്തിനിയായ വസ്ത്രമാണ്. ഇപ്പൊ ബാത്തിനിയായിട്ടാണ് കൈമാറ്റം. തങ്ങളുപ്പാപ്പ ഒന്ന് തല താഴ്ത്തി ഈ മുരീദ് പറയുകയാണ്, ഫറഅയ്തു ബാരിഖതം മിൻ നൂരിൻ സദറത് അൻഹു. ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പയിൽ നിന്ന് വന്ന ഒരു പ്രകാശത്തിന്റെ മിന്നൽ പിണർ ഞാൻ ദർശിച്ചു. വത്തസലത് ബി, ആ പ്രകാശം എന്നോട് ഒട്ടിച്ചേർന്നു. ഫറഅയ്തു ഫിൽ വഖ്തിൽ ഹാളിരി, ആ നിമിഷം ഞാൻ ദർശിച്ചു അസ്ഹാബൽ ഖുബൂരി വഅഹ്വാലഹും, ഖബറാളികളെ ദർശിച്ചു, അവരുടെ അവസ്ഥകൾ ദർശിച്ചു. വൽ മലായികത ഫീ മഖാമാതിഹിം, അല്ലാഹുവിന്റെ മലായികത്തുൽ കിറാം അവരുടെ മഖാമുകളിൽ നിൽക്കുന്നത് ഞാൻ ദർശിച്ചു. വസമഅതു തസ്ബീഹഹും ബിഖ്തിലാഫി ലുഗാതിഹിം, വ്യത്യസ്ത ഭാഷകളിലായി അവരുടെ തസ്ബീഹുകളെല്ലാം ഞാൻ കേട്ടു. വഖറഅത്തുൽ മക്തൂബ അലാ ജബീനി കുല്ലി ഇൻസാൻ, ഓരോ മനുഷ്യന്റെയും നെറ്റിത്തടത്തിൽ ഈ മനുഷ്യൻ രക്ഷപ്പെട്ടവനോ അല്ലാത്തവനോ എന്ന് എഴുതപ്പെട്ടത് ഞാൻ ദർശിച്ചു. വകശഫലി അൻ ഉമൂരിൻ ജലീലത്തിൻ കശ്ഫൻ ജലിയാ, വലിയ വലിയ കാര്യങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായ മുകാശവകൾ, ദർശനങ്ങൾ എനിക്കുണ്ടായി. ഫഖാല ലി അഷ്ശൈഖ്, തങ്ങളുപ്പാപ്പ എന്നോട് പറഞ്ഞു, ഖുദ്ഹാ, ഇത് നീ പിടിച്ചോ, മുറുകെ പിടിച്ചോ. വലാ തഖഫ്, നീ ഒരിക്കലും ഭയപ്പെടേണ്ട. നാം നേരത്തെ പറഞ്ഞ ചരിത്രം, അലി ബിൻ ഹീത്തി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മുരീദിന് ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പ 5 കാര്യങ്ങൾ പ്രവൃത്തിയിലൂടെ വ്യക്തമാക്കി കൊടുത്തതിന് ശേഷം പറഞ്ഞു, ഖുദ്ഹാ ബിഖുവ്വ, ശക്തിയോടെ ഇതിനെ പിടിച്ചോ. ഇവിടെ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പ പറഞ്ഞു, ഖുദ്ഹാ വലാ തഖഫ്, ഇത് നീ പിടിച്ചോ. അഥവാ ഈ ബാത്തിനിയായ വസ്ത്രം ധരിപ്പിക്കപ്പെട്ടു. ബാത്തിനിയായ ഒരുപാട് കാഴ്ചകൾ മഹാനവറുകൾ കണ്ടു. ആ കാഴ്ചകൾ കണ്ടതിന് ശേഷം മഹാനവറുകളോട് ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പ പറയുകയാണ്, ഖുദ്ഹാ, ഇത് നീ പിടിച്ചോ. വലാ തഖഫ്, നീ ഒരിക്കലും ഭയപ്പെടണ്ട. ഫഖാലഹു സയ്യിദി അഷ്ശൈഖ് അലി, അപ്പോൾ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പയോട് ഷെയ്ഖായ അലി ബിൻ ഹീത്തി തങ്ങൾ പറയുന്നു, അഖാഫു അലൈഹി സവാലൽ അഖൽ, എന്റെ മുരീദിന്റെ ബുദ്ധി നീങ്ങിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇത്രയും വലിയ കാര്യങ്ങൾ ദർശിച്ച സ്ഥിതിക്ക് മുരീദിന് ബുദ്ധി ഭ്രംശം സംഭവിക്കുമോ, മസ്ത് സംഭവിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് തന്റെ മുരീദിന് വേണ്ടി ഷെയ്ഖ് തങ്ങള് ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പയോട് പറഞ്ഞു. ഫളറബ ബിയദിഹി അലാ സദ്രി, ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പയുടെ പരിശുദ്ധമായ കരം കൊണ്ട് എന്റെ നെഞ്ചത്ത് അടിച്ചു. ഫളറബ ബിയദിഹി അലാ സദ്രി ഫവജത്തു ഫീ ബാത്നി ഷൈഅൻ അലാ ഹൈഅത്തി സന്ദാൻ, എന്റെ ബാത്തിനിൽ, എന്റെ ഉള്ളിൽ ഒരു കാര്യം ഞാൻ എത്തിച്ചതായി അനുഭവപ്പെട്ടു. ഫലം പിന്നീട് ഞാൻ കാണുന്ന ദർശനങ്ങൾ, ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾ, ഇതിലൊന്നും എനിക്ക് പേടിയുണ്ടായിട്ടില്ല. ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പ പരിശുദ്ധമായ കരം കൊണ്ട് എന്റെ നെഞ്ചത്ത് അടിച്ചപ്പോൾ എന്നെ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പ പിന്നീട് എല്ലാ കാഴ്ചയും കാണാനുള്ള പവർ തന്നു. വഅന ഇലൽ ആന അസ്തളിഉ ബിനൂരി തിൽകൽ ബാരിഖതി ഫീ തുറുഖിൽ മലകൂത്ത്. തങ്കലിപികളാൽ എഴുതപ്പെടേണ്ട വാക്കുകളാണ്. വഅന, ഞാൻ, ഇലൽ ആന, ഇതുവരെ, അസ്തളിഉ, ഞാൻ വെളിച്ചം കാണുന്നു, ബിനൂരി തിൽകൽ ബാരിഖ, ആ മിന്നൽ പിണർ പോലുള്ള പ്രകാശത്തിന്റെ വെളിച്ചത്തിൽ, ഫീ തുറുഖിൽ മലകൂത്ത്, മലകൂത്തിയായ സഞ്ചാരപാതകളിൽ, വകദാലിക നുരീ ഇബ്രാഹിമ മലകൂത്ത സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലെ ഗൈബിയായ ലോകങ്ങളിലെ
സഞ്ചാരപാതകളിലെല്ലാം ആ വെളിച്ചം കൊണ്ടാണ് എനിക്ക് വഴി കാണുന്നത്. അല്ലാഹു അക്ബർ. ഗൗസുൽ ഉപ്പാപ്പയുടെ ഒരു നോട്ടം കിട്ടിയാൽ അത് മതി. ഉപ്പാപ്പയുടെ പരിശുദ്ധമായൊരു നോട്ടം കിട്ടിയാൽ അത് മതി മുഅ്മിനീങ്ങളെ രക്ഷപ്പെടാൻ. ഉപ്പാപ്പ അവിടുത്തെ മുരീദുമാരോടും മറ്റു മശായിഖന്മാരുടെ മുരീദുമാരോടും പെരുമാറിയതും അവർക്ക് നൽകിയതുമായ ഒരുപാട് കാര്യങ്ങൾ ഈ കിതാബിൽ പറയുന്നുണ്ട്. അതിലെ ചെറിയൊരു ഭാഗമാണ് ഇന്ന് നാം ഇവിടെ വിവരിച്ചത്. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ, നാം എത്തിയ ഈ വഴി ഇത് 100ക്ക് 100 നൂറാണ്. ഇത് 100ക്ക് 100 നൂറാണ്, പ്രകാശമാണ്. ലാ ശക്ക ഫീ, ഇതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഖാദിരിയ്യ തരീഖത്തിന്റെ കാമിലായ ദിക്റാണ് നമ്മുടെ കയ്യിലുള്ളത്. അത് അതിന്റെ എല്ലാ കമാലിയത്തിന്റെ വസ്ഫുമൊത്ത ഷെയ്ഖ് മുറബിയായ ജാദിയേരി ഷെയ്ഖ് തങ്ങളുപ്പാപ്പയിൽ നിന്നാണ് നമുക്ക് കിട്ടിയത്. രണ്ടും ഒന്നിച്ചാൽ നൂറുൻ അലാ നൂർ, പ്രകാശത്തിന്മേൽ പ്രകാശമാണ്. നൂറുൻ അലാ നൂർ, കിട്ടിയ ദിക്റും 100ക്ക് 100, കിട്ടിയ ഷെയ്ഖും 100ക്ക് 100, നൂറുൻ അലാ നൂർ. അല്ലാഹു അക്ബർ. അതുകൊണ്ട് തന്നെ ഈ വഴിയിൽ ഉറച്ചു നിൽക്കുക, ദിക്റുമായി ബന്ധപ്പെട്ട് മജ്ലിസുമായി ബന്ധപ്പെട്ട് ജീവിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇതുവരെ ഖാദിരിയ്യ തരീഖത്തിന്റെ കാമിലായ ദിക്റ് ആർക്കെങ്കിലും ലഭിച്ചിട്ടില്ലെങ്കിൽ ഖാദിരിയ്യ തരീഖത്തിന്റെ കാമിലായ ദിക്റ് നൽകുന്ന ജാദിയേരി ഷെയ്ഖ് തങ്ങളുപ്പാപ്പയുടെ ഖലീഫമാരിൽ ഒരാളുമായി ബന്ധപ്പെട്ട് ദിക്ർ സ്വീകരിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അല്ലാഹുവേ, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും തങ്ങളുപ്പാപ്പയുടെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി 2 ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കണേ. ആമീൻ. അല്ലാഹുവേ, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞങ്ങളുടെ ജീവന്റെ ജീവനായ ജാദിയേരി ഷെയ്ഖ് തങ്ങളുപ്പാപ്പയുടെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി 2 ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കണേ. ആമീൻ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.